Viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് ഞാൻ Livestock Inspector exam എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് Anatomy and Physiology Part 3 വീഡിയോ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ബോവൈൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. The primary reproductive organs of the male are two testes. The secondary reproductive organs are epididymis, vas deferens and penis. അപ്പോൾ primary reproductive organ എന്ന് പറയുന്നത് testis ആണ്. Secondary reproductive organs ആണ് epididymis, vas deferens, penis എന്നൊക്കെ പറയുന്നത്. The accessory sex organs are prostate gland, seminal vesicle and Cowper's glands or bulbourethral glands. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ മെയിലിൻ്റെ 2 ടെസ്റ്റിസ് ആണ്. സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, പീനിസ്. അക്സസറി സെക്സ് ഓർഗൻസ് എന്ന് പറയുമ്പം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ്, സെമിനൽ വെസിക്കിൾ, കൗപ്പേഴ്സ് ഗ്ലാൻഡ്സ് ഒക്കെയാണ് അക്സസറി സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടെസ്റ്റിസ്. In domestic animals, the testes are always paired and are located in a pouch known as scrotum, situated outside the abdominal cavity. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസിൽ ടെസ്റ്റിസ് എവിടെയാണ് പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൗച്ചിലാണ്. അതിന് സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. ബോഡിയുടെ ഔട്ട്സൈഡ്, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഔട്ട്സൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ എലിഫൻറ്റിലും ബേർഡ്സിലും ഒക്കെ ടെസ്റ്റിസ് എന്ന് പറയുമ്പം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഇൻസൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. The scrotum regulates the temperature of testes and give protection. Due to the thermoregulatory function of the scrotum, the testicular temperature is 5 degree Fahrenheit lower than the body temperature. അപ്പം തെർമോറെഗുലേറ്ററി ഫംഗ്ഷൻ, സ്ക്രോട്ടത്തിൻ്റെ തെർമോറെഗുലേറ്ററി ഫംഗ്ഷൻ കാരണം ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവാണ്. അപ്പം ബോഡി ടെമ്പറേച്ചറിനേക്കാളും 5 ഡിഗ്രി ഫാരൻഹീറ്റ് കുറവായിരിക്കും ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. The important functions of the testes are to produce spermatozoa. Sperms produce ചെയ്യുന്നതാണ് ടെസ്റ്റിസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ. ആൻഡ് ടു സെക്രീറ്റ് ദ മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്പേംസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. The sperms are produced in highly cold tubes inside the testis known as seminiferous tubules. അപ്പോൾ ടെസ്റ്റിസിൽ തന്നെ എവിടെയാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. The cells lying between the seminiferous tubules are called interstitial tissue. It has specialized cells called Leydig cells. അപ്പോൾ നമ്മൾ പറയുന്നു ടെസ്റ്റിസ് ആണ് സ്പേംസും മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നാലും സ്പേംസ് മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. അതുപോലെ തന്നെ ലൈഡിങ് സെൽസ്, അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂ ഉണ്ട്, അവിടെ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ലൈഡിങ് സെൽസ് എന്ന് പറയുന്നത്. അവരാണ് ടെസ്റ്റോസ്റ്റിറോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇൻ മെയിൽ. മെയിൽസിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആണ്. Epididymis is the part where final maturation of sperms takes place and also act as a storage space for sperms. അപ്പോൾ ഇതെല്ലാം തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം സ്പേംസിൻ്റെ ഫൈനൽ മെച്ചുറേഷൻ നടക്കുന്നത് എവിടെ, അതുപോലെ തന്നെ സ്റ്റോറേജ് എവിടെയാണെന്ന് വെച്ചാൽ എപ്പിഡിഡിമിസിലാണ്. The vas deferens opens into urethra. Before entering into urethra, the vas deferens enlarge into a structure called ambula. Ambula contains many glands. Urethra is the common passage for semen and urine. അപ്പോൾ യുറീത്രയാണ് സെമൻ്റെ യൂറിൻ്റെയും കോമൺ പാസേജ് എന്ന് പറയുന്നത്. The sperms mix with the secretion of the accessory glands in the urethra. യൂറീത്രയിൽ വെച്ചിട്ടാണ് സ്പേംസ് അക്സസറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനുമായിട്ട് മിക്സ് ആവുന്നത്. അപ്പോൾ ഇത്രയാണ് ടെസ്റ്റിസിനെ പറ്റി പറയാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് അക്സസറി ഗ്ലാൻഡ്സ് നോക്കാം. അപ്പോൾ അക്സസറി ഗ്ലാൻഡ്സിൽ ദ അക്സസറി സെക്സ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ദ സെക്രീഷൻ കാൾഡ് സെമിനൽ പ്ലാസ്മ. അക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ആണ് എന്ത് സെക്രീഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്ന സെക്രീഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് സെക്രീഷൻ പ്രൊവൈഡ്സ് എ ലിക്വിഡ് വെഹിക്കിൾ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെർമാറ്റോസോവ. അപ്പോൾ സ്പെർമാറ്റോസോവയുടെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെമിനൽ പ്ലാസ്മയാണ്. ഇത് അക്സസറി ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ അക്സസറി ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെമിനൽ വെസിക്കിൾ ആണ്. ദർ ആർ 2 in number. The secretion contains high level of fructose and citric acid. അപ്പോൾ സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷനാണ് ഹൈ ലെവൽ ഓഫ് ഫ്രക്ടോസും സിട്രിക് ആസിഡും ഉള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോക്കാം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ സെക്രീഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് ഹൈ ഇൻ മിനറൽസ്. മിനറൽ കണ്ടന്റ് ഏറ്റവും കൂടുതലാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷന്. അതുപോലെ ബൾബോ യുറീത്രൽ ഓർ കൗപ്പസ് ഗ്ലാൻഡ് ഉണ്ട്. 2 in number ആണ്. ദ സെക്രീഷൻ ഈസ് മ്യൂക്കസ് ലൈക്ക് സെക്രീഷനാണ് കൗപ്പസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ. ഇപ്പോൾ സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഹൈ ലെവൽ ഓഫ് ഫ്രക്ടോസ് ആൻഡ് സിട്രിക് ആസിഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പീനീസ്. Penis is the copulatory organ of the male animal. The urethra runs through the penis. The penis is made up of erectile tissue and is capable of becoming engorged with blood. This causes the penis to become rigid and the process called erection. In bulls, the penis has an S-shaped curve called sigmoid flexure and a muscle called retractor penis attaches the sigmoid flexure to the pelvic floor. The curve is straightened by the relaxation of the retractor penis muscle at the time of erection. അപ്പം ബുൾസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് എസ് ഷേപ്ഡ് ആയിട്ടുള്ള കർവ്, അതായത് അവിടെ കാണപ്പെടുന്ന ഹൈലി റിജിഡ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇറക്റ്റൈൽ ആയിട്ടുള്ള ടിഷ്യൂവിന് പറയുന്ന പേരാണ് സിഗ്മോയിഡ് ഫ്ലെക്സ്ചർ എന്ന് പറയും. അടുത്ത സെമൻ നോക്കാം. സെമൻ ഈസ് ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇജാക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കോപ്പുലേഷൻ. Semen contains sperms and the seminal plasma of the accessory glands. The average volume of semen in an ejaculation in bulls is 3 to 4 ml. അപ്പോൾ ബുൾസിൻ്റെ കേസിൽ ആവറേജ് വോളിയം ഓഫ് സെമൻ അറ്റ് ദ ടൈം ഓഫ് ഇജാക്കുലേഷൻ എത്രയാണ്? 3 to 4 ml ആണ്. This may contain about thousands millions of sperms per milliliter. അപ്പം ഈ സെമനിൽ ഏകദേശം 1000 million സ്പേംസ് ആണ് കാണപ്പെടുന്നത് പെർ മില്ലി ലിറ്റർ എടുത്താൽ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ബോവൈൻ സ്പെർമാറ്റോസോവ നോക്കാം. ദ സ്പേം ഈസ് ഹാവിങ് 3 parts. അപ്പം നമുക്കറിയാം സാധാരണ സ്പേമിന് 3 പാർട്ടാണുള്ളത്. ഹെഡ് നെക്ക് ആൻഡ് ടെയിൽ. ദ ടെയിൽ പോർഷൻ ഈസ് അഗെയിൻ ഡിവൈഡ് ഇൻടു മിഡിൽ പീസ്, മെയിൻ പീസ് ആൻഡ് എൻഡ് പീസ്. The full spermatozoon is about 68 microns in length. അപ്പോൾ ഒരു ഫുൾ സ്പെർമാറ്റോസോൺ എടുത്താൽ അതിന് 68 microns ആണ് ലെങ്ത് ഉള്ളത്. The final maturation of spermatozoa is known as spermiogenesis. അപ്പോൾ മെച്ചുറേഷൻ ഓഫ് സ്പെർമാറ്റോസോയ്ക്ക് പറയുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ എപ്പിഡെർമിസ്. അപ്പോൾ സ്പെർമിയോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പിഡെർമിസിലുമാണ്. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം സ്പേമിൻ്റെ സ്ട്രക്ചർ. ഹെഡുണ്ട്, ഹെഡിൽ എന്തുണ്ട്? അക്രോസോം ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഹെഡിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, നെക്ക് റീജിയനിലാണെങ്കിൽ സെൻട്രിയോൾ ഉണ്ട്, അതുപോലെ തന്നെ അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിക്കായിട്ട് മൈറ്റോകോൺട്രിയ ഉണ്ട്, ടെർമിനൽ ഡിസ്ക് ഉണ്ട്, ആക്സിൽ ഫിലമെൻ്റ് ഉണ്ട് ടെയിൽ റീജിയനിലാണെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു എൻഡിനെയാണ് എൻഡ് പീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോർമോണൽ ഇൻ്റർപ്ലേ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ നോക്കാം. ഇപ്പോൾ സോഴ്സ് ഹോർമോൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് നോക്കാം. ഹൈപ്പോതാലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗൊണോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അഥവാ GnRH. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ റിലീസ് ഓഫ് FSH റിലീസ് ഓഫ് LH ആണ്. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണെങ്കിൽ ഓക്സിറ്റോസിനെയാണ് റിലീസ് ചെയ്യുന്നത്. ബ്രിങ്സ് അബൌട്ട് പാറ്റുറേഷൻ, സ്പേം ആൻഡ് എഗ് ട്രാൻസ്പോർട്ടേഷൻസ്, മിൽക്ക് ഇജെക്ഷൻ, ഇതൊക്കെയാണ്. അതായത് ഇറ്റ് ഈസ് കോൾഡ് മിൽക്ക് ലെറ്റിംഗ് ഡൗൺ ഹോർമോൺ എന്ന് തന്നെയാണ് ഓക്സിറ്റോസിനെ അറിയപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന 3 ഹോർമോൺസ് ആണുള്ളത്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്? FSH ഉണ്ട്, LH ഉണ്ട്, പ്രോലാക്റ്റിൻ ഉണ്ട്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ്, ലൂട്ടനൈസിങ് ഹോർമോണ്, പ്രോലാക്റ്റിൻ. FSHൻ്റെ ഫങ്ഷൻസ് നോക്കാം. സ്റ്റിമുലേറ്റ്സ് ഫോളിക്കുലർ ഗ്രോത്ത് ഇൻ ഫീമെയിൽസ്, ഈസ്ട്രോജൻ സെക്രീഷൻ.
LH ആണെങ്കിലോ സ്റ്റിമുലേറ്റ്സ് ഓവുലേഷൻ, ഫോർമേഷൻ ഓഫ് CL. പ്രോലാക്റ്റിൻ ആണെങ്കിൽ ഹെൽപ്സ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ, ലാക്ടോജെനസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോലാക്റ്റിനാണ്. ഓൾസോ പ്രൊമോട്ട്സ് ലാക്ടേഷൻ. ഈ ഓക്സിറ്റോസിനും പ്രോലാക്റ്റിനും തമ്മിൽ മാറിപ്പോകരുത്. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഇജക്ഷൻ, മിൽക്ക് ഇജക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. ഇറ്റ് ഈസ് കോൾഡ് മിൽക്ക് ലെറ്റിംഗ് ഡൗൺ ഹോർമോൺ. പ്രോലാക്റ്റിൻ ആണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ, ലാക്ടോജെനസിസിനും ലാക്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോലാക്റ്റിൻ. ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, പ്രൊമോട്ട് ഫീമെയിൽ സെക്സ് ബിഹേവിയർ, ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, മാമറി ഡക്റ്റ് ഗ്രോത്ത്, കൺട്രോൾസ് ഗോണോഡോട്രോപ്പിൻ റിലീസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഈസ്ട്രജൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ നമ്മളുടെ ഓവറി റിലീസ് ചെയ്യുന്ന മറ്റ് ഹോർമോൺസാണ് പ്രോജസ്ട്രോൺ, റിലാക്സിൻ, ഇൻഹിബിൻ. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ മെയിനായിട്ടും എന്താണ്, പ്രഗ്നൻസിയിലാണുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഫോർ ഇംപ്ലാന്റേഷൻ, മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ എന്നും പ്രൊജസ്ട്രോണിനെ അറിയപ്പെടുന്നുണ്ട്. മാമറി ആൽവിയോളാർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾസ് ഗോണാഡോട്രോപ്പിൻ സെക്രീഷൻ. ഇനി റിലാക്സിൻ നോക്കാം. റിലാക്സിൻ എന്ന് പറയുമ്പോൾ ലൂസനിങ് ഓഫ് ഹിപ്പ് ബോൺ ആൻഡ് അസോസിയേറ്റഡ് ലിഗ്മെൻറ്റ്സ് ഡ്യൂറിങ് പാച്ചുറേഷൻ. പാച്ചുറേഷൻ്റെ സമയത്ത് ഹിപ്പ് ബോണും അതുപോലെ അസോസിയേറ്റഡ് ലിഗ്മെൻറ്റ്സും ഒക്കെ ലൂസൻ ചെയ്യാൻ റിലാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഹിബിൻ ആണെങ്കിൽ ഇൻഹിബിറ്റ്സ് FSH റിലീസ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഹോർമോൺസ്, ഫീമെയിൽ റീപ്രൊഡക്ഷനിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ഹോർമോൺസ്. ഇനി ഹോർമോണൽ ഇൻ്റർപ്ലേ ഓഫ് മെയിൽ റീപ്രൊഡക്ഷൻ നോക്കാം. ഗ്ലാൻഡ് ഹോർമോൺ, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺ ഉണ്ട്. FSH ഉണ്ട്, LH ഉണ്ട്. FSH എന്ന് പറയുമ്പം സ്റ്റിമുലേറ്റ്സ് സ്പെർമിയോജെനിസിസ്. അപ്പം മെയിലിൽ സ്പെർമിയോജെനിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് FSH. LH ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ടെസ്റ്റോസ്റ്റിറോൺ റിലീസ്. അപ്പോൾ LH സ്റ്റിമുലേറ്റ്സ് ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ആൻഡ് FSH സ്റ്റിമുലേറ്റ്സ് സ്പെർമിയോജെനിസിസ്. ഇനി ടെസ്റ്റിസ് എടുക്കുവാണെങ്കിൽ ടെസ്റ്റിസിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണല്ലോ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്താണ് ധർമ്മം? മെയിൻ്റെനൻസ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്പെർമാറ്റോജെനിസിസ്. സ്പെർമിയോജെനിസിസ് FSH ആണ്, സ്പെർമാറ്റോജെനിസിസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് accessory sex glands, ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, മെയിൽ സെക്ഷൽ ബിഹേവിയർ. ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻസ്. ഇനി സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് പ്യൂബർട്ടി എന്താണെന്ന് നോക്കാം. ദ സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻ വിച്ച് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ആൻ ആനിമൽ ബിക്കംസ് ഫങ്ഷണൽ ഈസ് നോൺ ആസ് പ്യൂബർട്ടി. അതായത് ഒരു ആനിമലിൻ്റെ ലൈഫിൽ ഒരു സ്റ്റേജ്, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫങ്ഷണൽ ആവുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. At this time, the animal shows heat signs for the first time in life. Reproductive capability is not attained fully at puberty. The stage of attaining full reproductive capacity is denoted by another term, namely sexual maturity. അപ്പം റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫങ്ഷണൽ ആവുന്ന ആ ഒരു സ്റ്റേജിലാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേമാണ്, തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദ ഏജ് ഓഫ് പ്യൂബർട്ടി വേരീസ് വിത്ത് ജനറ്റിക് മേക്കപ്പ്, ന്യൂട്രീഷൻ ആൻഡ് ക്ലൈമറ്റ്. ഇനി സെക്ഷൽ സൈക്കിൾ അഥവാ ഈസ്ട്രസ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഡ്യൂറേഷൻ ഓഫ് ഈസ്ട്രസ് സൈക്കിൾ ഈസ് 21 days ഇൻ കാറ്റിൽ. ദ മേജർ ഫേസസ് ഓഫ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ പ്രോ ഈസ്ട്രസ് ആണ്, 2 to 3 days ആണ്. ഈസ്ട്രസ് എന്ന് പറയുന്നത് ഹീറ്റ്, അത് 12 to 24 hours ആണ്. മെറ്റ് ഈസ്ട്രസ് എന്ന് പറഞ്ഞാൽ 2 to 4 days ആണ്. ഡൈ ഈസ്ട്രസ് എന്ന് പറഞ്ഞാൽ 12 to 16 days ആണ്. അങ്ങനെ മെയിനായിട്ട് 4 സ്റ്റേജാണ്, 4 ഫേസസ് ആണ് ഈസ്ട്രസ് സൈക്കിളിനുള്ളത്. പ്രോ ഈസ്ട്രസ്, ഈസ്ട്രസ്, മെറ്റ് ഈസ്ട്രസ് ആൻഡ് ഡൈ ഈസ്ട്രസ്. ഇനി ഓരോന്നും നോക്കാം. പ്രോ ഈസ്ട്രസ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദിസ് ഫേസ് ദ ഗ്രാഫിൻ ഫോളിക്കിൾ ഇൻ ദ ഓവറി ഈസ് ഗ്രോയിങ്, ദ ബ്ലഡ് സപ്ലൈ ടു ദ യൂട്രസ് ഈസ് ഇൻക്രീസ്ഡ്. ഈസ്ട്രസിൻ്റെ സമയത്ത് ഇറ്റ് ഈസ് നോൺ ആസ് ഹീറ്റ് പീരീഡ്. ഗ്രാഫിൻ ഫോളിക്കിൾ മെച്ചർ ചെയ്തിട്ട് ഓവുലേഷൻ ഒക്കോസ്, അതായത് ഈസ്ട്രസിൻ്റെ അവസാനമായിട്ടാണ് നമ്മുടെ ഓവുലേഷൻ ഫേസ് നടക്കുന്നത്.
The animal shows heat symptoms during this phase. ഇനി met oestrus എന്ന് പറയുമ്പോൾ in the place of ruptured follicles, graphene follicle, a new structure called corpus luteum form ചെയ്യുന്നു. അപ്പോൾ corpus luteum ഫോം ചെയ്യുന്നത് met oestrusലാണ്. ഈ corpus luteum സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇനി ഡൈഇസ്ട്രസ് എന്ന് പറയുമ്പോൾ ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് ദി ഈസ്ട്രസ് സൈക്കിളാണ്. അതുപോലെ തന്നെ എന്താണ് കോർപ്പസ് ലൂട്ടിയം ഈ ഫേസ് ആകുമ്പോൾ ഫുള്ളി ഗ്രോ ആവും. ദ യൂട്രീൻ ഗ്ലാൻഡ് സെക്രീറ്റ് യൂട്രീൻ മിൽക്ക്. ഇഫ് ദ ആനിമൽ ബിക്കംസ് പ്രഗ്നൻറ്റ് ദിസ് സ്റ്റേജ് ലാസ്റ്റ് ത്രൂഔട്ട് ദ ഗസ്റ്റേഷൻ പീരീഡ്. ഈ നോൺ പ്രഗ്നൻറ്റ് അനിമൽസിലാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തിട്ട് കോർപ്പസ് ആൽബിക്കൻസ് ആവും. പ്രൊജസ്ട്രോൺ സെക്രീഷൻ ഡിക്രീസസ് വിച്ച് ലീഡ്സ് ടു ദ റിലീസ് ഓഫ് FSH. Consequent development of another follicle occurs and the cycle repeats. അപ്പോൾ ഇങ്ങനെയാണ് 4 ഫേസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് കുറച്ചും കൂടെ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ, ഇനി സയൻസ് ഓഫ് ഹീറ്റ് നോക്കാം. ഹീറ്റിൻ്റെ സയൻസ് എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാണാം, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഫ്രീക്വൻറ്റ് ബെല്ലോയിങ്, റിഡക്ഷൻ ഇൻ മിൽക്ക് yield, ക്ലിയർ സ്ട്രിഞ്ചി മ്യൂക്കസ്, discharge from the vulva, licking other animals, mounting on other animals, standing still to be mounted upon by other animals, then frequent urination, swollen vulva and pink and moist vagina. ഇതൊക്കെയാണ് സയൻസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അടുത്ത നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു മാമറി ഗ്ലാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം എന്താണ്, ഇവിടെ ഒരു ആൽവിയോളാർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതിനുള്ളിലായിട്ട് ലൂമൻ ഓഫ് ആൽവിയോളയുണ്ട്, ലൂമൻസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇൻട്രാലോബുലാർ ഡക്റ്റ് ഉണ്ട്, ദെൻ ഇൻ്റർലോബുലാർ ഡക്റ്റ് ഉണ്ട്. അതിനുശേഷം എന്താണ്, ഗ്ലാൻഡ് സിസ്റ്റേൺ ഉണ്ട്, ടീറ്റ് സിസ്റ്റേൺ ഉണ്ട്, ടീറ്റ് കനാലുണ്ട്, ടീറ്റ് ഓറിഫൈസ് ഉണ്ട്. അപ്പോൾ ഈ ടീറ്റ് ഓറിഫൈസിലൂടെയാണ് മിൽക്ക് വെളിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ടൈനി ചേമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്ന ചെറിയ ചേമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ ടൈനി ചേമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽവിയോളെ എന്ന് പറയുന്നത്. ആൽവിയോളെ ആർ ദ ബേസിക് മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ആൽവിയോളെ എന്ന് പറഞ്ഞാൽ ബേസിക് മിൽക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ് ആണ്. ദേ ആർ സ്മോൾ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ലൈൻഡ് വിത്ത് എപ്പിത്തീലിയൽ സെൽസ് ദാറ്റ് സെക്രീറ്റ് മിൽക്ക്. അപ്പോൾ ഇത് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ആൽവിയോളെ എന്ന് പറയുന്നത്. ഈച്ച് ആൽവിയോളെ ഈസ് സറൗണ്ടഡ് ബൈ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് മയോ എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ ഓരോ ആൽവിയോളെയും സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, കാപ്പിലറീസും അതുപോലെ മയോ എപ്പിത്തീലിയൽ സെൽസും കാണപ്പെടുന്നുണ്ട്. കാണാമല്ലോ, ആൽവിയോളയും അതുപോലെ എന്താണ് മയോ എപ്പിത്തീലിയൽ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഈ മയോ എപ്പിത്തീലിയൽ സെൽസാണ് മിൽക്ക് ഇജക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് അഡർ നോക്കാം. The udder of cow is located entirely outside the abdominal cavity. It is connected to the abdominal cavity through inguinal canal. Okay, inguinal canal വെച്ചിട്ടാണ് അബ്ഡോമിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അഡർ. അഡർ ഓഫ് എ കൗ കൺസിസ്റ്റ് ഓഫ് 4 mammary glands. ഓക്കെ, കൗവിൻ്റെ കേസിൽ എത്ര mammary glands ഉണ്ട്? 4 mammary glands ഉണ്ട്. weighing a total of 10 to 30 kg, devoid of milk. Bovine mammary glands has 2 halves, right half ഉണ്ട്, left half ഉണ്ട്, 4 quarters, 4 glands and 4 teats. അപ്പോൾ എല്ലാം 4 ആണല്ലേ. 4 quarters ഉണ്ട്, 2 halves ഉണ്ട്, 4 glands ഉണ്ട്, 4 teats ഉണ്ട്. ഓക്കെ, mammary glands എത്ര ഉണ്ട്? അതും 4 mammary glands ആണ് ഉള്ളത്. ഇനി മെക്കാനിസം ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ നോക്കാം. Milk is manufactured in the cells of alveoli. Alveoli manufactured ചെയ്യുന്നത്. Some of the milk components such as water, vitamins and minerals are taken as such from the blood. Others are synthesized by the alveolar cells from the ingredients picked up from the blood. The milk components are finally ejected into the lumen of alveoli. It is estimated that to synthesize 1 liter of blood, 500 liters of blood should flow through the mammary gland. Milk synthesis is a continuous process. The major portion of the milk is stored in the alveoli and small ducts. അപ്പോൾ 1 liter of മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം 500 ലിറ്റർ ഓഫ് ബ്ലഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യണം, മാമറി ഗ്ലാൻഡിലൂടെ ഫ്ലോ ചെയ്യണമെന്നാണ് പറയുന്നത്.
അപ്പം മിൽക്ക് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെയാണ്? ആൽവിയോളയിലുള്ള സെൽസിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതർ കമ്പോണൻസ്, അതാണ് മിൽക്കിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് ആയിട്ടുള്ള വാട്ടർ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം തന്നെ ബ്ലഡിൽ നിന്നാണ് എടുക്കുന്നത്. അതേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ് പിന്നീട് ബ്ലഡിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് ഇജക്ഷൻ നോക്കാം. The act of suckling by the calf or preparation of the cow for milking by the milker causes sensory impulses in the nerve endings of the teat. അപ്പം ഈ എന്താണ് സക്ലിങ് അല്ലെങ്കിൽ എന്താണ് മിൽക്കർ അല്ലേ, അത് മിൽക്കിങ്ങിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യും, ഒരു സെൻസറി ഇമ്പൾസ് കൊടുക്കും ടീറ്റിലുള്ള നെർവ് എൻഡിങ്സിലൊരു സെൻസറി ഇമ്പൾസ് കൊടുക്കും. ഈ ഇമ്പൾസ് എവിടെ പോകും? ഹൈപ്പോതലാമസിൽ പോകും. ഹൈപ്പോതലാമസിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എവിടെ നിന്നാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യും. With the 1.5 minutes, the oxytocin reaches to the udder via blood. അപ്പം ഒരു 1-1.5 മിനിറ്റിനുള്ളിൽ ഓക്സിറ്റോസിൻ എവിടെ എത്തും? അഡറിലെത്തും, ബ്ലഡ് വഴി അഡറിലെത്തും. ഇറ്റ് കോസസ് കോൺട്രാക്ഷൻ ഓഫ് മയോഎപ്പിത്തീലിയൽ സെൽസ് സറൗണ്ടിങ് ദ ആൽവിയോളി. The contraction of alveoli forces the milk into the gland and teat cisterns, which will be available for removal by milking or sucking. This process is known as milk let down or milk ejection. The duration of action of oxytocin is only 5 to 7 minutes. അപ്പം ഓക്സിറ്റോസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? only 5 to 7 minutes ആണ്. So milking should be completed within this time. അടുത്ത ഇനി ഹോർമോണൽ റോൾ ഇൻ ലാക്ടേഷൻ നോക്കാം. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രോലാക്റ്റിൻ ആൻഡ് ഗ്രോത്ത് ഹോർമോൺ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാമറി ഗ്ലാൻഡ്. Estrogen and growth hormones are primarily responsible for the development of the duct system. അത് മാമറി ഗ്ലാൻഡിൻ്റെ, അതായത് മാമറി ഗ്ലാൻഡിലുള്ള ഡക്റ്റ് സിസ്റ്റത്തിന് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ എന്താണ് ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെയാണ്. The development of secretory tissue requires a combination of progesterone, prolactin, growth hormone and estrogen. Estrogen and progesterone are produced by the ovary and growth hormone and prolactin are produced by the anterior pituitary. അപ്പോൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഓവറിയാണ്, നമ്മൾ കണ്ടു. ഗ്രോത്ത് ഹോർമോൺസും അതുപോലെ പ്രോലാക്റ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. The onset of lactation at the time of maturation is believed to result from a marked increase in the level of prolactin in the blood or a marked decrease in the blood progesterone level or a combination of the two. Peak production എന്താണെന്ന് നോക്കാം. The maximum yield of a dairy cow given in a lactation period is known as peak yield or peak production. അതായത് ഒരു ഡയറി കൗ തരുന്ന മാക്സിമം ഈൽഡ്, ലാക്ടേഷൻ്റെ സമയത്ത് വരുന്ന മാക്സിമം ഈൽഡിനെയാണ് പീക്ക് പ്രൊഡക്ഷൻ അഥവാ പീക്ക് ഈൽഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ കാൽവിംഗ് ദ മിൽക്ക് ഈൽഡ് വിൽ റൈസ് സ്റ്റഡിലി until it reaches the maximum. Generally peak yield is obtained within 30 to 90 days after calving. കാൽവിങ്ങിന് ശേഷം 30 to 90 days ആണ് generally peak time എന്ന് പറയുന്നത്. It is estimated that a dairy cow produces almost half of its lactation yield during the first 120 days of the lactation period. The time taken to reach peak yield is influenced by the level of feeding. അപ്പോൾ ഫീഡിങ്ങിനനുസരിച്ചിരിക്കും എത്ര സമയം കൊണ്ട് ആ പീക്ക് ഈൽഡിലെത്തും എന്നുള്ളത്. ഡ്രൈയിങ് അപ്പ് എന്ന് പറയുമ്പോൾ ഡയറി ആനിമൽസ് നീഡ് മിനിമം 60 days ഓഫ് ദി റെസ്റ്റ് between lactation periods. This helps the cow to be in proper condition for best producing during the following lactation. There are 3 methods of drying up of milking cows. കൗസിനെ ഡ്രൈയിങ് അപ്പ് ചെയ്യാനുള്ള 3 methods ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് മിൽക്കിംഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് മിൽക്കിംഗ് ആൻഡ് അബ്രപ്റ്റ് സീസേഷൻ ഓഫ് മിൽക്കിംഗ്. അങ്ങനെ 3 മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ ഡ്രൈയിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുമ്പം അതിന് ശേഷം ഒരു മിനിമം 60 days വേണം ഡയറി മിൽക്കിനൊരു റെസ്റ്റ് എന്നുള്ള നിലയിൽ. ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യും? കൗസിന് ബെറ്റർ പ്രോപ്പർ കണ്ടീഷൻ, അതായത് ബെസ്റ്റ് പ്രൊഡ്യൂസിങ് ലാക്ടേഷൻ്റെ സമയത്ത് നല്ലപോലെ മിൽക്ക് ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഈ റെസ്റ്റിംഗ് പീരീഡ്. അപ്പോൾ 3 മെത്തേഡാണ് ഡ്രൈയിങ് അപ്പിന്, മിൽക്കിംഗ് കൗസിനെ ഡ്രൈയിങ് അപ്പ് ചെയ്യാൻ 3 methods ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയൻറ്റ് മിൽക്കിംഗ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് മിൽക്കിംഗ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് അബ്രപ്റ്റ് സീസേഷൻ ആണ്.
അപ്പോൾ ഇത്രയാണ് പാർട്ട് 3 വീഡിയോ, അതായത് അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ലാസ്റ്റ് വീഡിയോ ആണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.